കളങ്കാവൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ഈ മലയാളം ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു കൊടും ക്രിമിനലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് കളങ്കാവൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തുള്ള തിരക്കഥയാണ്. പക്ഷെ അവർ ചെറിയ ചില സർപ്രൈസുകളും അതിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു മികച്ച ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു ഗംഭീര സിനിമയാണ് കളങ്കാവൽ. സ്ലോ ബേണിംഗ് ത്രില്ലർ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടം എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു ഡാർക്ക് മൂഡുണ്ട്. അതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ആ ഒരു സ്വഭാവം അവസാനം വരെ നിലനിർത്തിയതും പടത്തിന്റെ വലിയൊരു പോസിറ്റീവാണ്. ചില നെറ്റ്ഫ്ലിക്സിലൊക്കെ ക്രൈം ത്രില്ലർ സീരീസുകളൊക്കെ കണ്ടിരിക്കുന്ന പോലെ. പിന്നെ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. ഒരു നായക സങ്കല്പത്തെ അല്ല, നായകന്റെ ഇമേജുകളെ പൊളിച്ചെടുക്കുന്ന ഒരു ആക്ടിംഗ് രാക്ഷസനാണ് എന്ന് മമ്മൂക്ക വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ പടത്തിലൂടെ. സോ സ്ക്രിപ്റ്റ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു സംഭവം ബേസ് ചെയ്തതാണ്. അത് മാറ്റിവെച്ചാൽ പോലും പെർഫോമൻസ് ആണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. ഈ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാനത് ഫുള്ള് കണ്ടില്ല, പക്ഷെ നായകന്റെ മുമ്പിലാണോ വില്ലന്റെ മുമ്പിലാണോ താൻ ഇരിക്കുന്നതെന്ന് ഇന്റർവ്യൂവർ ചോദിക്കുമ്പോൾ അല്ല, ആക്ടറുടെ മുമ്പിലാണെന്ന് അദ്ദേഹം പറയുന്നത് എത്ര ശരിയാണെന്നുള്ളത് ഈ സിനിമ വീണ്ടും തെളിയിക്കുന്നുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇതുപോലൊരു റോള് പുതിയ ചാലഞ്ച് ഒന്നുമല്ല. 5-6 കൊല്ലമായിട്ട് അദ്ദേഹം വളരെയധികം പരീക്ഷണങ്ങൾക്ക് കൂടുതലായിട്ട് മുതിർന്നിട്ടുണ്ട്. ഒരു പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഷൈലോക്ക് ഇറായില് ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ്, ഡെയറിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹം ഒരുപാട് ചെയ്തു കഴിഞ്ഞു. എങ്കിൽ പോലും ഇങ്ങനെ ഒരു റോൾ ഇപ്പോഴും ഇന്ത്യൻ സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാൻ ധൈര്യം കാണിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നതിന്റെ ഒരു പ്രസക്തി. ഇപ്പൊ രജനീകാന്ത് പുള്ളി ഒരിക്കലും ഇങ്ങനെ ഒരു റോൾ ചെയ്യില്ല. ബോളിവുഡിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഇപ്പൊ തെലുങ്കിൽ പോയി ചിരഞ്ജീവിയോ അവരൊക്കെ ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും പടം മുഴുവൻ മസാലയാക്കി കൊളവാക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മലയാളം താരങ്ങൾക്കാണ്. മോഹൻലാലിന് ചെയ്യാവുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആരാധകർ സ്വീകരിക്കില്ല എന്ന മട്ടിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഇപ്പോൾ ചെയ്യാനായിട്ടൊന്നും മടിക്കാറുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് മമ്മൂട്ടി ഇങ്ങനെ ഒരു മാതൃക നൽകി എന്ന വിധത്തിൽ മറ്റു സൂപ്പർ താരങ്ങളും ഇത്തരം റോളുകൾ ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചാലും അത്ഭുതപ്പെടാനില്ല. അപ്പോഴും അതിനൊക്കെ ഒരു തുടക്കം കുറിച്ചത് മമ്മൂട്ടിയാണ് എന്നത് അഭിമാനപൂർവ്വം പറയുകയും ചെയ്യാം. അത് ഈ ഒരു ഏജില്. സോ ഹീസ് ആൻ ആക്ടിംഗ് മോൺസ്റ്റർ ഓഫ് മലയാളം സിനിമ, നോ ഇന്ത്യൻ സിനിമ. സ്റ്റാലിൻ ദാസ് എന്ന ക്യാരക്ടർ മമ്മൂട്ടി ശരിക്കും അഴിഞ്ഞാടിയിട്ട് തന്നെയുണ്ട്. പുള്ളിയുടെ ചില മാനറിസംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ടീസറിൽ ഒരു നോട്ടൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതല്ലാതെ വേറെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ക്യാരി ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ശരിക്കും നമ്മൾ വെറുത്തു പോകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രവും അതിന്റെ അവതരണവുമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം പ്രമേയത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇപ്പൊ അടുത്ത വർഷം ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുത്താൽ പോലും അതിലൊരു തെറ്റും പറയാനില്ല. അമ്മാതിരി പെർഫോമൻസ് ആണ്. ഇനിയിപ്പോ മികച്ച നടനല്ല, മികച്ച സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് കൊടുത്താലും അതും ഒരു ചരിത്രമാണ്. മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുക, മെയിൻ ക്യാരക്ടറായി വരിക എന്നത് ചില്ലറ കാര്യമല്ല. വിനായകൻ അത് ഓക്കെ ആയിട്ട് ചെയ്തു എന്നേ തോന്നിയുള്ളൂ. ചിലയിടത്ത് ഒരല്പം ഓവറായിട്ട് മസിൽ പിടുത്തം ഫീൽ ചെയ്തു. ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും. അതുപോലെ ഡയലോഗ് ഡെലിവറി ചിലയിടത്തൊരു സുഖമില്ലാത്തതുപോലെ തോന്നി. ഒരു കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വിനായകന്റെ ഇരട്ട പേര് ഇതിൽ നത്ത് എന്നാണ്. മമ്മൂട്ടിയും നത്ത് എന്ന ഇരട്ട പേരിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതേതാണെന്ന് അറിയാമോ? കമന്റ് ഇടുക. പിന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ജിബിൻ ഗോപിനാഥിന്റെ, അതായത് നമ്മുടെ DSRയിലെ പോറ്റി ക്യാരക്ടറായിട്ട് വന്നില്ലേ, പുള്ളിയാണ്. ആനന്ദ് എന്നൊരു പോലീസുകാരനായിട്ട് വന്നിരിക്കുന്നത്. പുള്ളി നൈസാണ്. ബിജു പപ്പനും ശ്രദ്ധേയമായിട്ടുള്ള ഒരു റോളുണ്ട്. പിന്നെ ഒരു 15-20 സ്ത്രീ കഥാപാത്രങ്ങളെങ്കിലും ഉണ്ട്. മിക്കവർക്കും സ്ക്രീൻ സ്പേസ് ഒക്കെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാമിയോ റോൾസ് എന്ന് പറയാവുന്നതേ ഉള്ളൂ. രജിഷ വിജയൻ, ഗായത്രി അരുൺ എന്നിവർക്കാണ് 2-ലധികം സീനുകൾ ഉള്ളത് എന്ന് തോന്നിയത്. ശ്രുതി രാമചന്ദ്രൻ, ധന്യ അനന്യ, മാളവിക ഉൾപ്പെടെ നമുക്ക് പരിചയമുള്ള കുറച്ച് മുഖങ്ങളും 1 ഡസനിലധികം പുതുമുഖങ്ങളും ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. 80കളിലെ ചില ക്ലാസിക് ത്രില്ലറുകളുടെ ഒരു സ്റ്റൈൽ ഇതിന്റെ മേക്കിംഗിൽ പിടിച്ചിട്ടുണ്ട്. ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ ചില നെറ്റ്ഫ്ലിക്സ് ക്രൈം സീരീസ് അല്ലെങ്കിൽ റിയൽ ക്രൈം ഡോക്യു സീരീസിന്റെ ഒക്കെ ഒരു സ്റ്റൈലും പരീക്ഷിച്ചതുപോലെ തോന്നി. സംവിധായകൻ ജിതിനൊപ്പം ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ഫൈസൽ അലിയാണ് സിനിമയുടെ ക്യാമറ, പ്രവീൺ പ്രഭാകറാണ് എഡിറ്റിംഗ്. എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നും അങ്ങനെ ടെക്നിക്കൽ സൈഡിൽ ഫീൽ ചെയ്തില്ല. പക്ഷെ ഇതിന്റെ മ്യൂസിക് പോളി സാധനമാണ്. ഈ സിനിമയിലെ നിലാക്കായും വെളിച്ചം എന്നൊരു പാട്ട്, അതൊരു പാട്ടല്ല, ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ സ്വഭാവമായിട്ട് സിനിമയിൽ ഉടനീളം നിലകൊള്ളുന്നുണ്ട്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പാട്ട് നൽകിയ ഒരു റെട്രോ മൂഡ് അല്ല, വേറൊരു വെറി മൂഡ്, ഒരു ഹോണ്ടിങ് മൂഡ് ആ പാട്ടിനുണ്ട്. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മുജീബ് മജീദിന്റെ പാട്ടുകൾ മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയ്ക്ക് ഒരു നല്ല ഹൈ തരുന്നുണ്ട്. വിനായക ശശികുമാറിന്റെ വരികളും എടുത്തു പറയണം. സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിംഗ് ഒക്കെ മികച്ചതാണ്. പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ 1-2 ഒരല്പം കൃത്യമായിട്ട് പറയാൻ പാടാണ്, ഒരു മിസ്സിംഗ് ഫീൽ ചെയ്തു. ഒരു ജ്വല്ലറിക്കാരൻ മമ്മൂട്ടിയെയും ഭാര്യയും കാണാൻ വരുന്ന ഒരു സീൻ, അവിടെ ഒരു ചെറിയ ഓൾഡ് സ്കൂൾ ടൈപ്പ് സീൻ പോലെ തോന്നി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറെ സീനുകൾ ആവർത്തനമായിട്ട് ഫീൽ ചെയ്തു, പ്രത്യേകിച്ച് വിനായകനും സീനിയർ ഓഫീസറുമായിട്ടുള്ള രംഗങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അതൊരു കംപ്ലീറ്റ് ഹൈ മൊമെന്റ് തന്നില്ല
എന്ന ഫീലും തോന്നി. പിന്നെ പടം കുറച്ച് സ്ലോ പേസ്ഡ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ആക്ഷൻ ഒക്കെ പ്രതീക്ഷിച്ച് പടം കാണാൻ പോയാൽ നിരാശ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം തോന്നിയത്, പണ്ട് മണിരത്നം തന്റെ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ ഒന്നും മീഡിയയിൽ റിവീൽ ചെയ്യാതെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമയുടെ അണിയറക്കാരും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പടം ആദ്യ ദിവസം കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ഗംഭീര കിക്ക് തന്നേനെ എന്ന് തോന്നി. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. സോ മൊത്തത്തിൽ എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ക്ലാസിക് ത്രില്ലർ സ്റ്റൈലിൽ ഒരുക്കിയ ക്ലാസ് സിനിമ തന്നെയാണ്. മമ്മൂട്ടിയിലെ അഭിനേതാവിന്റെ മറ്റൊരു ഗംഭീര പരീക്ഷണമാണ്. ഇങ്ങനെ വേണം ഒരു ആക്ടർ എന്ന് തെളിയിക്കുന്ന ഒരു സിനിമ എന്ന് പറയാം. പടം തിയേറ്ററിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. 2 മണിക്കൂർ 19 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പറ്റില്ല. ഇതൊരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് ക്രൈം ചെയ്യുന്നതൊക്കെ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഓവർ വയലൻസ് ഇല്ല. സ്റ്റിൽ കുട്ടികളെ കാണിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ സിനിമ തുടങ്ങി 15 മിനിറ്റിനുള്ളിൽ തന്നെ പടത്തിന്റെ ടൈറ്റിൽ കാണിക്കും. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.